ഫാൻറ്റി ടിവിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയൊന്നും പഴയതുപോലെ അല്ലല്ലേ. ഇപ്പോൾ എപ്പോൾ വേണമെങ്കിലും കടുത്ത ചൂട് അനുഭവപ്പെടാം, അല്ലെങ്കിൽ കനത്ത മഴയൊക്കെ ഉണ്ടാകാം. കാലാകാലങ്ങളായിട്ട് നമ്മളെ കനത്ത വെയിലിൽ നിന്നും കടുത്ത മഴയിൽ നിന്നൊക്കെ ഒക്കെ സംരക്ഷിച്ച നമ്മുടെ കുടയുടെ വ്യാവസായിക നിർമ്മാണത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ കുട്ടിക്കാലത്ത് മഴയത്തും കുടയും ചൂടി സ്കൂളിൽ പോയ ഓർമ്മകളുമായിട്ട് നമുക്ക് കുട വിശേഷങ്ങളിലേക്ക് കടന്നാലോ. ഒരു കുടയ്ക്ക് പ്രധാനമായിട്ടും 5 ഭാഗങ്ങളാണ് ഉള്ളത്. ഫ്രെയിം, കാനോപ്പി, ഹാൻഡില്, ഫാസ്റ്റനർ എന്നിവയാണ് അവ. കുടയ്ക്ക് അതിൻ്റെതായിട്ടുള്ള ആകൃതി നൽകുന്ന കുടയുടെ സ്കെലിറ്റൺ സിസ്റ്റമാണ് കുടയുടെ ഫ്രെയിം. ഈ ഫ്രെയിമിലാണ് കുടയുടെ മറ്റു പ്രധാന ഘടകങ്ങളായിട്ടുള്ള കാനോപ്പി, ഹാൻഡില് എന്നിവ ഉറപ്പിക്കുന്നത്. മഴ നനയാതെ നമ്മെ സംരക്ഷിക്കുന്ന കുടയുടെ ഭാഗമായിട്ടുള്ള കാനോപ്പി തുണി കൊണ്ട് നിർമ്മിക്കപ്പെട്ടവയാണ്. കുട ഉപയോഗിക്കുമ്പോൾ പിടിക്കുവാനുള്ള ഭാഗമാണ് ഹാൻഡില്. കുട അടച്ച ശേഷം കുടയെ ചുറ്റിക്കെട്ടുന്ന വള്ളിയാണ് ഫാസ്റ്റനർ എന്ന് പറയുന്നത്. അപ്പോൾ കുടയുടെ ഘടനയെക്കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയല്ലോ. ഇനി നമുക്ക് ഈ ഓരോ ഭാഗങ്ങൾ നിർമ്മിക്കപ്പെടുന്നതെന്നും അവ എങ്ങനെയാണ് കൂട്ടിച്ചേർക്കപ്പെടുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. ഫസ്റ്റ് വന്നിട്ട് ഫ്രെയിം നിർമ്മാണം. കുടയുടെ സ്കെലിറ്റൺ സിസ്റ്റമാണ് ഫ്രെയിം എന്ന് മുന്നേ നമ്മൾ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ. കുടയുടെ ഫ്രെയിം ധാരാളം ഘടകങ്ങൾ ഒന്നിച്ച് ചേർത്താണ് നിർമ്മിക്കുന്നത്. പോൾ അഥവാ ഷാഫ്റ്റ്, റിബ്സ്, സ്ട്രെച്ചർ, റണ്ണർ, നോച്ച്, ഓപ്പൺ ക്ലൗസ് ബട്ടൺ എന്നിവ ഉൾപ്പെടുന്നവയാണ് ഒരു കുടയുടെ ഫ്രെയിം എന്ന് പറയുന്നത്. കുടയുടെ ഭാഗങ്ങൾ ഉറപ്പിക്കുന്ന നീളമുള്ളതോ അല്ലെങ്കിൽ പല ഭാഗങ്ങളായിട്ട് മടങ്ങി ഉള്ളിലോട്ട് കയറുന്നതുമായിട്ടുള്ള ഭാഗമാണ് പോൾ അഥവാ ഷാഫ്റ്റ് എന്ന് പറയുന്നത്. പല ഭാഗങ്ങളായിട്ട് മടക്കാൻ കഴിയുന്ന ഷാഫ്റ്റ് ഉപയോഗിക്കുന്ന കുടകൾ ടെലിസ്കോപ്പിക് കുടകൾ എന്നാണ് പറയുന്നത്. നീളമുള്ള ഷാഫ്റ്റ് ഉപയോഗിക്കുന്ന കുടയ്ക്ക് ഉദാഹരണമാണ് നമ്മുടെ നാടൻ കാലൻ കുടകൾ. ഫ്രെയിം നിർമ്മാണത്തിന്റെ ആദ്യഘട്ടത്തിൽ ഷാഫ്റ്റിലെ കുട തുറക്കാനും അടയ്ക്കാനുമുള്ള ഓപ്പൺ ക്ലോസ് ബട്ടണുകൾ ഉറപ്പിക്കുന്നു. അതിനുശേഷം ഷാഫ്റ്റിൽ റണ്ണർ ഘടിപ്പിക്കുന്നു. കുട തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും മേലേക്കും താഴേക്കും ചലിക്കുന്ന ഭാഗമാണ് റണ്ണർ. കുടയുടെ ഫ്രെയിമിൽ കുടയുടെ കാനോപ്പി ഉറപ്പിക്കുന്നത് നീളമുള്ള കമ്പികളാണ് റിബ്സുകൾ. ഇവയാണ് വിടർത്തുമ്പോൾ കുടയ്ക്ക് അതിന്റെ ആകൃതി സമ്മാനിക്കുന്നത്. കുടയുടെ റിബ്സുകളെ വിടർത്തുവാനും അടയ്ക്കുവാനും സഹായിക്കുന്ന ചെറിയ കമ്പികളെ സ്ട്രെച്ചർ എന്നാണ് പറയുന്നത്. ഈ സ്ട്രെച്ചർ കമ്പികളുടെ ഒരു ഭാഗം ഉറപ്പിക്കുന്നത് റണ്ണറിലാണ്, അതിന്റെ അടുത്ത ഭാഗം ഉറപ്പിക്കുക റിബ്ബലുമായിരിക്കും. കുടയുടെ നീളമുള്ള കമ്പികളായിട്ടുള്ള റിബ്ബറുകൾ പ്രധാനമായിട്ട് ഉറപ്പിക്കുന്നത് കുടയുടെ ഷാഫ്റ്റിന്റെ ഏറ്റവും മുകളിൽ ഉറപ്പിച്ചു വെക്കുന്ന സ്ഥിര ഭാഗമായിട്ടുള്ള നോച്ചിലാണ്. ഇത്രയും ഭാഗങ്ങൾ കൃത്യതയോടെ ഘടിപ്പിച്ചു കഴിയുന്നതോടെ ഫ്രെയിം നിർമ്മാണം പൂർത്തിയാകും. കാനോപ്പി നിർമ്മാണം. കുടയുടെ ഫാബ്രിക് പാർട്ടാണ് കാനോപ്പി. സാധാരണ കുടകളിൽ 8 പാനൽ സെക്ഷനുകൾ ചേർന്നാണ് ഒരു കാനോപ്പി നിർമ്മിക്കപ്പെടുന്നത്. വെയിലിനെയോ മഴയോ നേരിടുന്ന ഭാഗത്തെ ഔട്ടർ കാനോപ്പി എന്നും കുടയ്ക്ക് അകത്ത് നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ഭാഗത്തെ ഇന്നർ കാനോപ്പി എന്നുമാണ് പറയുന്നത്. പോഞ്ചി എന്ന പ്രത്യേകതരം ഹൈ ഗ്രേഡ് പോളിസ്റ്റർ തുണിയാണ് കാനോപ്പി നിർമ്മിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നത്. കാനോപ്പി എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യഘട്ടം കാനോപ്പി ഡിസൈൻ ചെയ്യുന്നതാണ്. കാനോപ്പിക്ക് നൽകേണ്ട ഡിസൈനിങ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഡിസൈൻ ചെയ്ത് ആ ഡിസൈനെ കാനോപ്പിക്ക് ആവശ്യമായിട്ടുള്ള 8 തുല്യ ഭാഗങ്ങളായിട്ട് മുറിച്ച് ഒരു നീളമുള്ള തുണിയിൽ പ്രിന്റ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ഡിസൈനാക്കി മാറ്റും. അതിനുശേഷം പ്രത്യേകതരം പ്രിന്റിംഗ് മെഷീന്റെ സഹായത്തോടെ ആ ഡിസൈൻ വലിയ റോളുകളായി പ്രിന്റ് ചെയ്തെടുക്കുന്നു. ഇങ്ങനെ പ്രിന്റ് ചെയ്തെടുത്ത ഡിസൈൻ മറ്റൊരു പ്രിന്റിംഗ് മെഷീന്റെ സഹായത്തോടെ കുട നിർമ്മിക്കാനുള്ള ഫാബ്രിക്കായോ പൂഞ്ചി പോളിസ്റ്റർ തുണിയിലേക്ക് പ്രിന്റ് ചെയ്ത് റോളാക്കി ചുറ്റിയെടുക്കുന്നു. പ്രിന്റിംഗ് പൂർത്തിയാക്കുന്ന റോളുകൾ ഈ വിധത്തിൽ ഭിത്തിയിൽ ഘടിപ്പിച്ചിരിക്കുന്ന ക്ലിപ്പുകളിൽ ഘടിപ്പിച്ച് കൃത്യമായ അളവിൽ മടക്കിയെടുക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇങ്ങനെ മടക്കിയെടുത്തതിന് ശേഷം അവ കൃത്യമായ അളവിൽ നീളത്തിൽ ആദ്യം മുറിക്കുന്നു. അതിനുശേഷം നീളത്തിൽ മുറിച്ച തുണിയുടെ ഇരുവശവും കൃത്യമായി മടക്കി സ്റ്റിച്ച് ചെയ്യുന്നു. നീളത്തിൽ മുറിച്ച് മടക്കി സ്റ്റിച്ച് ചെയ്ത തുണികളിൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന കാനോപ്പിയുടെ സെക്ഷനുകൾ ഓരോന്നും കൃത്യമായിട്ട് മുറിച്ചെടുക്കുന്നതിന് വേണ്ടി നീളത്തിൽ മുറിച്ച തുണികളിൽ ഒന്നിനു മീതെ ഒന്നായിട്ട് വെച്ച് കൃത്യമായിട്ട് അടുക്കി വെച്ച് ഓരോ സെക്ഷനും കൃത്യമായ അളവിൽ മുറിച്ചെടുക്കുന്നു. ഇങ്ങനെ കൃത്യമായ അളവിൽ മുറിച്ചെടുക്കുവാൻ ഒരു പ്രത്യേകതരം സ്കെയിൽ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. കൃത്യമായി മുറിച്ചെടുത്ത സെക്ഷനുകൾ ഒന്നിച്ച് തുന്നിച്ചേർത്ത് കാനോപ്പി നിർമ്മിക്കുന്നതാണ് അടുത്ത ഘട്ടം. തയ്യൽ മെഷീനുകൾ ഉപയോഗിച്ച് വളരെ കൃത്യമായ അളവിലാണ് കാനോപ്പിയുടെ 8 സെക്ഷനുകളെയും ഒന്നിച്ചു ചേർത്ത് തയ്യൽ പൂർത്തിയാക്കുന്നത്. ഒരു കാര്യം കൂടി, കുടയുടെ കാനോപ്പിയുടെ ഡിസൈൻ പ്രിന്റിംഗ് ഓട്ടോമാറ്റിക് മെഷീനുകൾ ഉപയോഗിച്ച് മാത്രമല്ല മനുഷ്യർ കൈകൊണ്ടും പൂർത്തിയാക്കാറുണ്ട്. പ്രത്യേകതരം അച്ചുകൾ ഉപയോഗിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ഡിസൈൻ പ്രിന്റിംഗ് അവർ പൂർത്തിയാക്കുന്നത്. ഫാസ്റ്റനർ ടൈ റാപ്പ് നിർമ്മാണം.
കുട മടക്കിയ ശേഷം ചുറ്റിവെക്കുന്ന വള്ളി നിങ്ങൾ കണ്ടിട്ടില്ലേ? അതിനെയാണ് ഫാസ്റ്റനർ അല്ലെങ്കിൽ ടയർ റാപ്പ് എന്ന് പറയുന്നത്. കുട നല്ലതുപോലെ ഒതുക്കി മടക്കി വെക്കുവാനും അതുപോലെ തന്നെ കുട വൃത്തിയായി സൂക്ഷിക്കാനൊക്കെ സഹായിക്കുക എന്നതാണ് ഇതിന്റെ ധർമ്മം. ടയർ റാപ്പ് നിർമ്മിക്കുന്നതിന് വേണ്ടി പോഞ്ചി തുണി ചെറിയ വീതിയിൽ നീളത്തിൽ മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം തയ്യൽ മെഷീന്റെ സഹായത്തോടെ ആ തുണിയുടെ 2 ഭാഗവും വൃത്തിയായി സ്റ്റിച്ച് ചെയ്യുന്നു. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ടയർ റാപ്പിൽ പ്രസ് ബട്ടൺ വെച്ച് പിടിപ്പിക്കുന്നു. ഹാൻഡിൽ നിർമ്മാണം. കുടയുടെ ഏറ്റവും കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കുന്ന ഭാഗം കുടയുടെ കൈപ്പിടി അല്ലെങ്കിൽ ഹാൻഡിലാണ്. പല ആകൃതിയിലും ഡിസൈനിലുമുള്ള കൈപ്പിടികളുള്ള കുടകൾ നാം കണ്ടിട്ടുണ്ടല്ലോ. തടി കൊണ്ടുള്ളതോ ലോഹം കൊണ്ടുള്ളതോ അല്ലെങ്കിൽ സിലിക്കോൺ നിർമ്മിതമായിട്ടുള്ള ഹാൻഡിലുകളാണ് സാധാരണയായിട്ട് ഇന്ന് കുടകളിൽ കാണപ്പെടുന്നത്. തടി കൊണ്ട് നിർമ്മിക്കപ്പെടുന്ന ഹാൻഡിലുകൾ പ്രത്യേകതരം മെഷീനുകളുടെ സഹായത്തോടെ രാഗി മിനുക്കി നിർമ്മിച്ചെടുക്കുന്നവയാണ്. എന്നാൽ മെറ്റല്, സിലിക്കോൺ നിർമ്മിതമായിട്ടുള്ള പല ആകൃതിയിലുള്ള അച്ചുകൾ പ്രത്യേകതരം മോൾഡുകളുടെ സഹായത്തോടെ നിർമ്മിച്ച് എടുക്കുന്നവയാണ്. കുടയുടെ നിർമ്മാണം പൂർത്തിയാക്കിയ കാനോപ്പി കുടയുടെ ഫ്രെയിമിൽ ഉറപ്പിച്ച് തുന്നിയെടുക്കുന്നു. കാനോപ്പിയുടെ വിവിധ ഭാഗങ്ങൾ കുടയിൽ കൃത്യമായിട്ട് ഉറപ്പിക്കേണ്ട സുഷിരങ്ങൾ കുടയുടെ റിബ്സിൽ ഉണ്ടായിരിക്കും. കുടയുടെ മുകളിൽ നടുഭാഗത്ത് കാണുന്ന പരന്ന അടപ്പ് കാനോപ്പിയുടെ മധ്യഭാഗം കുടയുടെ ഫ്രെയിമുമായിട്ട് ഉറപ്പിക്കുന്നു. നീളമുള്ള ഷാഫ്റ്റുള്ള കുടകളിൽ നീളമുള്ള ഒരു ഭാഗം തന്നെയാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതിനെ ഫെറൂൾ എന്നാണ് പറയുന്നത്. കാനോപ്പി നല്ലതുപോലെ കുടയുടെ ഫ്രെയിമിൽ ഉറപ്പിച്ച ശേഷം ടയർ റാപ്പിൽ ഘടിപ്പിച്ച പ്രസ് ബട്ടന്റെ അടുത്ത ഭാഗം കാനോപ്പിയുടെ കൃത്യമായ ഭാഗത്ത് ഉറപ്പിക്കുന്നു. അതിനുശേഷം കുടയുടെ ഹാൻഡിൽ ഘടിപ്പിക്കുന്നു. അതോടെ കുടയുടെ നിർമ്മാണം പൂർത്തിയാക്കുന്നു. കുടയുടെ വ്യാവസായിക നിർമ്മാണത്തിലെ ഘട്ടങ്ങൾ. കുടയുടെ വ്യാവസായിക നിർമ്മാണത്തിൽ പ്രധാനമായിട്ടും 5 സ്റ്റെപ്പാണുള്ളത്. സ്റ്റെപ്പ് 1, കുടയുടെ ആവശ്യക്കാർ അവർക്ക് ആവശ്യമുള്ള കുടയുടെ ആവശ്യവും അവർക്ക് താല്പര്യമുള്ള കുടയുടെ ഡിസൈനെ കുറിച്ചുള്ള വിവരങ്ങളും കുട നിർമ്മാണ കമ്പനിയെ അറിയിക്കുന്നതാണ് കുടയുടെ വ്യാവസായിക നിർമ്മാണത്തിന്റെ ആദ്യ ഘട്ടമെന്ന് പറയുന്നത്. സ്റ്റെപ്പ് 2, കുടയുടെ ആവശ്യക്കാരിൽ നിന്നും ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ചുള്ള കുടയുടെ മോഡലും ഡിസൈനും കുട നിർമ്മാണ കമ്പനി ഉടമ കമ്പനിയിലെ പ്രൊഡക്ഷൻ ടീമിന്റെ റിവ്യൂവിനായിട്ട് അയക്കും. പ്രൊഡക്ഷൻ ടീം ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്ലയന്റിന്റെ ആവശ്യപ്രകാരമുള്ള കുടയുടെ ഒരു ഫ്ലാറ്റ് ലേഔട്ട് തയ്യാറാക്കുന്നു. സ്റ്റെപ്പ് 3, കുടയുടെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങളായിട്ടുള്ള പോള്, റിബ്സ്, സ്ട്രക്ചർ, ഹാൻഡിൽ തുടങ്ങിയ ഭാഗങ്ങൾ കമ്പനി വാങ്ങിക്കുന്നത് ഈ ഘട്ടത്തിലാണ്. മിക്കപ്പോഴും കുടയുടെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ കമ്പനിയിൽ തന്നെ ഉണ്ടാകുമെങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചിലപ്പോഴെങ്കിലും സാധനങ്ങൾ വാങ്ങേണ്ട അവസ്ഥ വരാറുണ്ട്. സ്റ്റെപ്പ് 4, തയ്യാറാക്കിയ ലേഔട്ട് പ്രകാരം ഒരു പ്രീ പ്രൊഡക്ഷൻ സാമ്പിൾ തയ്യാറാക്കി ക്ലയന്റിന്റെ ഫൈനൽ അപ്രൂവലിനായിട്ട് അയക്കുന്നു. സ്റ്റെപ്പ് 5, പ്രീ പ്രൊഡക്ഷൻ സാമ്പിളിന് ക്ലയന്റിന്റെ ഫൈനൽ അപ്രൂവൽ ലഭിക്കുന്നതോടെ ഓർഡർ അനുസരിച്ചുള്ള കുടയുടെ നിർമ്മാണം ആരംഭിക്കുകയും നിർമ്മാണം പൂർത്തിയായ ശേഷം കുടകൾ ക്ലയന്റിന് കൈമാറുകയും ചെയ്യുന്നു. അപ്പോൾ കുടയുടെ നിർമ്മാണത്തെക്കുറിച്ച് വ്യാവസായികമായി കുടകൾ എങ്ങനെയാണ് നിർമ്മിക്കപ്പെടുന്നതെന്നും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുകയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ മറ്റൊരു വിജ്ഞാനപ്രദമായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സ്റ്റേ ട്യൂൺ ഫാക്ടറി TV ഫോർ ദി വണ്ടർഫുൾ ഫാക്ടറി മേക്കിംഗ് വീഡിയോസ്.